ഞാനേ സുധനെയും പ്രതിഭയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതേ അനുപമ പറഞ്ഞിട്ടാ. അപ്പൊ അവർക്കുണ്ടായ ഒരു സന്തോഷം എന്താന്ന് എനിക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേട്ടാ, അമ്മ അനുവേട്ടത്തിയുടെ പാത സ്വീകരിച്ചോണ്ടിരിക്ക. മിക്കവാറും ഏട്ടത്തെ ഉപേക്ഷിച്ച സ്ഥാനാർത്ഥിത്വേ വീണ്ടും അമ്മയെ തേടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നടക്കട്ടെ, അത് നല്ല കാര്യമല്ലേ? ആണോ സോനെ, നോക്കി ഓൺലൈനിലാ വീഡിയോ വന്നിട്ടുണ്ട്. സ്നേഹ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ നോക്കിയത്. തുടക്കം മുതലൊന്ന് കണ്ടു നോക്ക്. ഇന്ന് രാവിലെ അവർ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. എവിടെ? വീഡിയോ നന്നായിട്ടുണ്ട് എടുത്തി. ഏട്ടനും ഏടത്തിയും വിച്ചുമോനും കൂടി ചേരുമ്പോ അതെ നല്ലൊരു ലൈഫുള്ള കാഴ്ച തന്നെയാ. ആ ഫോട്ടോ വൈറലായതുപോലെ ദേ ഈ വീഡിയോ എപ്പോ വൈറലായെന്ന് ചോദിച്ചാ മതി. ഈ വീഡിയോ പാർട്ടിക്കാർ കാണാൻ ഇടയായാലേ മിക്കവാറും അവര് അമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറാണെന്ന് പറയും. അമ്മ അതിന് മനസ്സുകൊണ്ട് തയ്യാറായിട്ട് നിൽക്കുക കേട്ടോ. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച അത് നടക്കും സോനെ. എനിക്ക് പകരം അമ്മയെ മത്സരിപ്പിക്കണമെന്ന് ഞാനല്ലേ പറഞ്ഞത്. അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അവരമ്മയെ തേടി വന്നിരിക്കും. അയ്യോ, ആണോ മോളെ? അയ്യോ, നീ ഇങ്ങ് വന്നേ മോളെ. നീ ശരിക്കും പറയുന്നതാണോ? എന്നെ അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിക്കണമെന്ന് നീ ആത്മാർത്ഥമായിട്ട് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. അല്ല, ഉണ്ട് വിശ്വാസം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോ അമ്മ എന്നെ വിശ്വസിക്കുമല്ലോ? വിശ്വസിക്കുമല്ലോ? ഓ, വിശ്വസിക്കും. പിന്നെ ഏടത്തി അമ്മ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ദേ ഈ മരുമകളെ പണ്ടേ കണ്ണു തുറന്ന് കാണേണ്ടതായിരുന്നു എന്ന് അമ്മയ്ക്ക് അപ്പ തോന്നും. ഒന്ന് പോടാ, ഞാൻ പണ്ടേ കണ്ടതാ. ഓ